ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ ബേസിക് സയൻസിലെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ടായിരിക്കും. ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയല്ലൊരു ജീവിയും എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ചാപ്റ്ററിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എന്നല്ല, ഇനി എല്ലാ കാലത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞു ക്ലാസ്സിലേക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള സംഭവമാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. എന്താണ് ഫോട്ടോസിന്തസിസ്, എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ചിത്രം നമുക്ക് വേണം. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ചെടിയില് ഇലകളാണ് ഇവിടുത്തെ മെയിൻ ആള്, അല്ലെ? അപ്പൊ ഈ ഇലകളിൽ വെച്ചിട്ട് ആ പച്ച നിറത്തിലുള്ള ഇലകളൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഇലകളിൽ വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും നമ്മുടെ വാട്ടർ, വെള്ളം, അല്ലെ, നമ്മുടെ ജലമാണ്. അപ്പൊ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ചെടികൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഇലയിൽ വെച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെടികളെ നമ്മൾ ഇലകളെ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ചെടിയില് ആ അടുക്കള എന്ന് പറയും നമ്മുടെ ഇലകളെ പറ്റി, അല്ലെ? ചെടികളുടെ കിച്ചൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലീവ്സിനെയാണ്. അതിന്റെ റീസൺ ഇതാണ്, ആ ഇലകളിൽ വെച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി ഇവർക്ക് എവിടെന്നാ കിട്ടുന്നത്? അതിവര് നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ് നേടിയെടുക്കുന്നത്, അല്ലെ? ആൻഡ് ഇത് മാത്രം പോരാ മക്കളെ, ഇലകളിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഇലകളിലുള്ള ക്ലോറോഫിൽ മിസ് ഇവിടെ എഴുതാം, ക്ലോറോഫിൽ, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഹരിതകം എന്ന് പറയുന്ന വർണ്ണകമാണ്. ഇതാണ്, ഈ ഒരു പിഗ്മെന്റ് ആണ് ഈ പറയുന്ന ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചെടികളിലുള്ള ഇലകൾ എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെ, ഇതല്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടന്നു കഴിഞ്ഞാൽ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരുപാട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് മക്കളെ നോട്ട് ചെയ്ത് വെക്കാം, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നുള്ള എനർജി സ്വീകരിച്ചുകൊണ്ടാണ് ചെടികൾ അവരുടെ ഇലകളിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ആക്ടിവിറ്റിക്കാണ് നമ്മൾ എന്തു പറയുന്നത്? നമ്മള് യെസ്, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ്, എന്താണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ്, അല്ലെ? ആൻഡ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഇപ്പൊ നടന്നു കഴിഞ്ഞു, പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരുപാട് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് അടിപൊളിയായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതേപോലെയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഈ ചാപ്റ്റർ മാത്രമല്ല, ഒരുപാട് സബ്ജക്റ്റിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതൊക്കെ അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ പ്രത്യു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കളോടാണ്, ഇതാ സ്കൂൾ പോലും എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെ? സ്കൂൾ വരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സമയവും ഇല്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാര്യം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബേസ് പ്ലാനും ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത്, അതുപോലെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഏറ്റവും സ്യൂട്ടായിട്ട് തോന്നുന്ന പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രത്യു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് രസകരമായിട്ട് നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം. അപ്പൊ തൽക്കാലത്തേക്ക് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 5ാം ക്ലാസ്സിലുള്ള മിടുക്കന്മാരും മിടുക്കുകളും എല്ലാവർക്കും, അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യുക? ചിലപ്പോൾ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയില് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.